നമസ്കാരം. ഡിവൈഎഫ്ഐക്കാര് ഇപ്പോൾ എത്ര കണ്ടാലും പഠിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM ഇനി കേരളത്തിൽ ഭരണം നടത്തില്ല എന്ന് CPM-ലെ മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായതോടുകൂടിയാണ് ഓരോ ദിവസവും അവർ BJP-യിലേക്ക് ചേക്കേറുന്നു. CPM-ന്റെയൊക്കെ പാട്ടുകൾ പാടി നടന്ന ഗായകന്മാർ പോലും ഇപ്പോൾ ഭക്തിഗാനങ്ങൾ പാടാനായിട്ട് ഓരോ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോഴാണ് തൃശ്ശൂരിലെ ഒരു പാട്ട് ഫാമിലി, അതിന്റെ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുമടങ്ങുന്ന ഒരു ടീം, അവർ ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ പാടിയാണ് അവർ വലിയ രീതിയിൽ വൈറലായത്. അങ്ങനെയാണ് അവർ RSSന്റെ ഒരു ദേശഭക്തി ഗാനം, RSSന്റെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ദേശഭക്തി ഗാനം അവർ പാടി. ഈ പാട്ട് കേട്ട ഉടനെ തന്നെ ചുവന്ന ഷർട്ടിട്ട കുറെ CPM-കാര് സ്റ്റേജിലേക്ക് കയറി വന്നു. ഇത് നടക്കുന്നത് കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. ഈ ഡിവൈഎഫ്ഐക്കാര് എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് വന്ന ഉടനെ തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് BJP-ക്കാർ, അത് RSS-കാരും അതോടൊപ്പം തന്നെ ഹിന്ദു ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് കയറി വന്ന് ഈ CPM-കാരെ കൊങ്ങയ്ക്ക് പിടിച്ച് പുറത്തേക്കിട്ട് ചവിട്ടി കൂട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. പിന്നെ വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് പോണ്ട എന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ മറ്റ് മുതിർന്ന സമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ ഇടപെട്ടതോടെ ജീവന് കിട്ടി. കുറച്ച് പരിക്കുകളോടെ ചതവുകളോടെ ഉണ്ടെങ്കിലും അങ്ങനെ വലിയ രീതിയിൽ തടി കേടാകാതെ ഈ ഡിഫിക്കാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. കാരണം ഈ RSSന്റെ ഈ ദേശഭക്തി ഗാനങ്ങൾ പാടി അത് കേട്ടാൽ തന്നെ ഇവർക്ക് തലപെരുക്കുന്ന ഒരു അവസ്ഥയാണ് ഡിവൈഎഫ്ഐക്കാർക്ക് ഉണ്ടായത്. ഇവർ വിചാരിച്ചത് ഈ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടുമെന്നാണ് ഇവർ കരുതിയാണ് വന്നിരുന്നത്. പക്ഷെ അയ്യപ്പ ഭക്തി ഗാനങ്ങളും പിന്നെ ഈ അയ്യപ്പനെ പറ്റിയുള്ള ഒരുപാട് പാട്ടുകൾ കേട്ടപ്പോഴും ഈ ദേശഭക്തി ഗാനങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ചൊറിച്ചിലായി. കാരണം നമുക്കറിയാം, പഹൽഗാമിലടക്കം തീവ്രവാദികൾ ഹിന്ദുക്കളെ അടക്കം, അതായത് രാജ്യത്തെ ജനങ്ങളെ മതചോദിച്ച് കൊന്നപ്പോഴൊന്നും ഇവർക്ക് ഒരു തരത്തിലുമുള്ള ഒരു സങ്കടവും ഇല്ലായിരുന്നു. പക്ഷെ വെനീസിലേക്ക് ചെന്ന് അവിടുത്തെ തലവനെ പൊക്കിക്കൊണ്ടു വന്നപ്പോഴാണ് ഇവർ കേരളം മുഴുവൻ, ഭാരതം മുഴുവനും ഒരു പ്രക്ഷോഭമായിട്ട് നടന്നത്. അപ്പോൾ എത്രത്തോളം ഈ CPM-കാർക്ക് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്ക് രാജ്യസ്നേഹം ഉണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലായി. ഒരർത്ഥത്തിൽ ഇന്നലെ RSS പ്രവർത്തകരെല്ലാം കൂടെ ഡിഫിക്കാരെ പഞ്ഞിക്കിട്ട് അവിടെ തന്നെ ഒരു കുടിയിരുത്താനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. പക്ഷെ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇടപെട്ടതോടുകൂടിയാണ് വലിയൊരു സംഘർഷമില്ലാതെ ആ ഒരു ഗാനം അവിടെ അവസാനിച്ചത്.